വന്ദന, നല്ല പനിയുണ്ടല്ലോ, ചുട്ടു പൊള്ളുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ടല്ലോ. സാരല്ല, മാറിക്കോളും. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വന്നനെ. നല്ല പനിയുണ്ട്. വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. വേണ്ട, മരുന്ന് മേശ ഹെൽപ്പിൽ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തു തരുമോ? ആ. മതി. കിടന്നോ? ആ, സൂപ്പർ. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ വന്ദനയുടെ എല്ലാ പനിയും പങ്കെടുക്കും. എഴുന്നേറ്റ് എണീക്ക്. വന്ദനെ, ഈ ചുക്കാപ്പി കുടിക്ക്. ഇത് കുടിക്കുമ്പോൾ വന്നേക്കൊരു ആശ്വാസവും. കുടിക്കേ, മതി. കുടിക്കേ. കിടന്നു.
കുര്യച്ച, നീ ആ യൂണിയൻകാരോട് പറഞ്ഞേക്ക് ഇന്നും കൂടി ആവുമ്പോ 3 ദിവസമായി സമരം തുടങ്ങിയിട്ടെന്ന്. ഇനി 2 ദിവസം കൂടി ഞാൻ നോക്കും. സമരം അവസാനിപ്പിച്ച് എല്ലാവരും ജോലിക്ക് കേറിയില്ലെങ്കിൽ ആ കമ്പനി ഞാനങ്ങ് വിൽക്കും. കുറച്ച് പാവങ്ങൾ കഞ്ഞു കുടിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ ആ കമ്പനിയിലെ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഇനി ഇതിനെ ചൊല്ലി ഒരു ഫോൺ വിളി ആനന്ദവല്ലിയുടെ ഫോണിലേക്ക് വന്നേക്കരുത്. എങ്കിൽ നിന്റെ പണി ആദ്യം തെറിക്കും. ചേച്ചി, ആ, നിന്നെ വിളിപ്പിച്ചത് ചില പ്രധാന കാര്യങ്ങൾ പറയാനാ. എന്താ ചേച്ചി? ഈ വിവാഹബന്ധം എന്ന് പറയുന്നത് തുല്യതയുള്ളവർ തമ്മിലായിരിക്കണം. അവിടെ സമ്പത്തും പദവിയും മാന്യതയും വിദ്യാഭ്യാസവും ഒക്കെ അളവുകോലാക്കണം. ചേരാവുന്നതേ ചേർക്കാവൂ. ഞാൻ പറഞ്ഞു വന്നത് ജാതകപ്പൊരുത്തം മാത്രമല്ല കാര്യങ്ങളെന്ന്. ഇപ്പൊ ഈ വീട്ടിലെ 2 ബന്ധങ്ങളെ അറുത്തുമാറ്റണം. എനിക്ക് മനസ്സിലായില്ല ചേച്ചി. നിന്റെ അന്തസ്സിന് ഈ കുടുംബത്തിന്റെ മാന്യതയ്ക്കും ചേരാത്ത ബന്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. വന്ദനയെ ജഗന്റെ ജീവിതത്തിൽ നിന്ന് അടിച്ചിറക്കണം. ഹരിതയും മനോജുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തണം. അത് ചേച്ചി, ഈ അടുത്ത കാലത്തൊരു സ്വാമിജി ഇവിടെ വന്നിരുന്നു. സ്വാമിജിയെ? എന്നിട്ട് ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. ഇവളുടെ സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാശാപങ്ങളെ തടയുന്നു. സ്വാമിജി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സ്വാമിജി മൊണ്ണാംകൊട്ട. അയാളെ അവളിറക്കിയതായിരിക്കും, അല്ലെങ്കിൽ നിന്റെ മകൻ ജഗൻ വിലക്കെടുത്തതായിരിക്കും. ഇതൊന്നുമല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിന്റെ വീട്ടിലേക്ക് വന്നു കയറി വന്ദന കൊള്ളാം എന്ന് പറയുന്ന സ്വാമിജി ആരടാ? അയ്യോ, നിന്നെയാണോ നിന്റെ പാർട്ടിക്കാര് രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്ന് വിളിക്കുന്നത്? കഷ്ടം. ദേ ഇങ്ങോട്ട് നോക്കി, നീ മൗനമായിട്ടങ്ങ് നിന്നാ മതി. കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. കേട്ടല്ലോ? ഉണ്ടാക്കി തീരുമെന്തോ. ആളുകളൊക്കെ എത്താൻ സമയാവുന്നു. വയസ്സായപ്പോ ഇപ്പൊ പഴയതുപോലെയൊന്നും ഓടി നടന്നു ചെയ്യാൻ പറ്റുന്നില്ല. വന്ദനയൊന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു കൈസഹായം ആകുമായിരുന്നു. സഹായിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്വന്തം മകൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ. മുൻപായിരുന്നെങ്കിൽ സുചിത്ര സഹായിക്കുമായിരുന്നു. ഇപ്പൊ 2 അടുക്കള ആയ ശേഷം എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. രാവെന്നോ പകലെന്നോ നോക്കാതെ മുഴുവൻ സമയം അടുക്കള കയറി ജോലി ചെയ്തപ്പോ എന്റെ വില ആരും അറിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും അറിയട്ടെ എന്റെ വില എന്താന്ന്. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സുകാലത്ത് അനുഭവിക്കുക തന്നെ എന്റെ വിധി. എന്താ ചന്ദ്രു നീ പിറവെടുക്കുന്നേ? എന്നെ കൊണ്ട് ഇതൊക്കെ സമയത്ത് ഉണ്ടാക്കി തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല മാധവേട്ട. ചന്ദ്രു, ഞാൻ പറഞ്ഞില്ലേ സദ്യ നമുക്ക് പുറത്തുനിന്ന് വരുത്താന്ന്. ഇത്രയും നാൾ ഈ വീട്ടിലെ സദ്യ വരുത്തിയല്ലല്ലോ കഴിച്ചിരുന്നത്. ഇത്രയും നാളത്തെ അവസ്ഥയല്ലല്ലോ ഇപ്പോ. ഞാൻ തേങ്ങ തിരുമ്പി തരാം. വർഷയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ഒരുപാട് ഇഷ്ടാ.
എത്ര സമയമില്ലെങ്കിലും അതും കൂടി ഉണ്ടാക്കണം. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയില് പുറത്തുനിന്നുള്ള ആഹാരമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ എന്താ കൈ പൊള്ളിയോ? എവിടെ കൈ പൊള്ളിയല്ലേ? ഇങ്ങോട്ട് കാണിക്ക. ശ്രദ്ധിക്കണ്ടേ? അയ്യോ അമ്മേ, കൈ പൊള്ളിയല്ലേ? അമ്മ മാറ്, പാചകമൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണ്ട മോളെ, പ്രകാശം കണ്ട അതൊക്കെ പ്രശ്നമാവും. അതൊന്നും സാരമില്ല അമ്മേ. സുചിത്രേ, അത് അച്ഛനൊന്ന് വെറുതെ ഇരിക്കും. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ അതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. മോളെ, പ്രകാശം കണ്ട അമ്മേ, ഒരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ടു വരുമ്പോ അവൾക്ക് കിട്ടുന്നത് ഭർത്താവിനെ മാത്രമല്ല, അച്ഛനും അമ്മയും കൂടിയാ. ഒരു കുടുംബോ? ഞാൻ ഇന്ന് വരെ നിങ്ങളെ കണ്ടിട്ടുള്ളത് അമ്മായി അമ്മയും അമ്മായി അച്ഛനായിട്ടൊന്നും അല്ല, സ്വന്തം അച്ഛനും അമ്മയായിട്ടാ. അച്ഛൻ ഇങ്ങോട്ട് മാറി. ആ. തേങ്ങയൊക്കെ ഞാൻ തരുമോ? വേണ്ട മോളെ. ഇല്ലച്ചാ, മാറി. പായസം ഏതാ അമ്മേ? പാലടയാണോ? എന്തിന് പാലട മാത്രമാക്കുന്നു? പായസേ 4 തരായിക്കോട്ടെ. ആ, തേങ്ങ തിരുമ്മി കൊടുക്കുകയാണല്ലേ? പ്രകാശേട്ടാ, അത് ദേ, നിന്നോട് ഞാൻ കുറച്ചു മുമ്പേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നേയുള്ളൂ. നിനക്ക് അടുക്കള മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ? അത് അമ്മയുടെ കൈ പൊള്ളിയപ്പോ. പാചകം ചെയ്യുമ്പോ സൂക്ഷിച്ചില്ലെങ്കിലേ കൈയും കാലൊക്കെ പൊള്ളും. അത് സർവ്വസാധാരണ. കണ്ണി കണ്ടവർക്ക് കുശിനിപ്പണി ചെയ്യാനൊന്നുമല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്. എനിക്കും എന്റെ മോനും ആഹാരം പാകം ചെയ്തു തരാനാണ്. പ്രകാശേട്ടാ, അമ്മയുടെ കൈ പൊള്ളിയതുകൊണ്ടാ. പ്ലീസ്, ഇന്നത്തേക്ക് ഞാനൊന്ന്. വായടക്കടി. വെണ്ടിയാ നിന്റെ കാരണടിച്ച് പൊളിക്കും ഞാൻ. നീ നിന്റെ ജോലി ചെയ്താ മതി കേട്ടോ. മോള് പൊയ്ക്കോ. എന്റെ വയറ്റി പിറക്കേണ്ടിയിരുന്നത് നീയായിരുന്നു. രണ്ടാക്കിയതൊക്കെ രണ്ടായി തന്നെ ഇരുന്നാ മതി. അതാരും യോജിപ്പിക്കാൻ നോക്കണ്ട. ഒരിക്കലും അതാവുകയില്ല. മക്കളെ പെറ്റു വളർത്തി വലുതാക്കി എന്നെ നക്കാപ്പിച്ച കണക്ക് പറഞ്ഞു ഒന്നും ഈ പ്രകാശം ഒരിക്കലും മറക്കില്ല. സാരമില്ല മാധവേട്ട, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാധവേട്ടൻ മുറിയിലേക്ക് ചെല്ല്. ഞാൻ മാധവേട്ടന്റെ പാകത്തിനൊരു ചായ ഇട്ടോണ്ട് വരാം. മാധവേട്ടൻ ചെല്ല്. അമ്മ ഇങ്ങ് മാറി, ഞാൻ ചെയ്തോളാം. അല്ല, നീ എങ്ങോട്ടാ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന നേതാവിനോട് ഇലക്ഷൻ എടുത്ത സമയത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നതിന്റെ തെറ്റാ. അപ്പച്ചിക്ക് എന്തെങ്കിലും വാങ്ങണോ? വല്ല മുറുക്കാനോ ഗുളിക എന്തെങ്കിലും? കൊള്ളാം,
നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. വല്ല മുറുക്കാനും മുറുക്കി പ്രഷറിന്റെയും ഷുഗറിന്റെയും ഒക്കെ ഗുളികയും കഴിച്ച് വീടിന്റെ ഒരു ഭാഗത്ത് ഒതുങ്ങാനുള്ള സമയമായി എന്നല്ലേ? എന്നാ നിനക്ക് തെറ്റി. അപ്പച്ചിക്കേ അതിനുള്ള സമയമായിട്ടില്ല. ചെയ്തു തീർക്കാൻ കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്. അതുകൂടി ചെയ്തു തീർത്തിട്ടേ അപ്പച്ചി ഒരു മൂലയിൽ ഒതുങ്ങുള്ളൂ. അല്ല, നീ ഇന്ന് ഏത് യോഗത്തിനാ പോകുന്നത്? ഇന്നേ ഒരു കുടുംബയോഗത്തിനാ പോകുന്നത്. എവിടെയാണാവോ നിന്റെ കുടുംബയോഗം? ഭാര്യ വീട്ടിലാ. അപ്പൊ ഭാര്യ പോകണമല്ലോ, കുടുംബയോഗമല്ലേ? അവളെ ഇപ്പൊ വരും. എന്താണ് കുടുംബയോഗത്തിന്റെ അജണ്ട? കുറുപ്പിന്റെ കുടുംബത്തെ എങ്ങനെ തകർക്കാവുന്നാണോ? അല്ല, ഒരു കുടുംബ പൂജയാ. ഓ, മനസ്സിലായി. കൂടോത്രം. MLA സീറ്റിൽ നീ മത്സരിക്കുമ്പോ ഇവൾ ഇവിടെ ഉണ്ടാകരുത്. മാധവൻ നായരുടെ വീട്ടിൽ ഇവളെ കളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പച്ചിയുടെ MLA സീറ്റ് എനിക്ക് അങ്ങ് ബോധിച്ചു. പക്ഷെ അതിനൊരു ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ. വന്ദനേ എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടി സ്വന്തമാക്കിയ എന്റെ ഭാര്യ. സ്വന്തം ഭാര്യ മാറി വീട്ടിൽ താമസിക്കണോ കൂടെ താമസിക്കണമെന്നൊക്കെ ഞങ്ങളുടെ സ്വകാര്യതയാണ്. അപ്പച്ചിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്റെ ഭാര്യ എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താടി അവിടെ ഒളിച്ചിരിക്കുന്നത്? വന്ന് വണ്ടി കയറ്. എന്നാ അപ്പച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ? വയ്ക്കും. നീ എത്ര നാളിങ്ങനെ പോകുമെന്ന് എനിക്ക് കാണണം. ഏറിയാൽ 6 മാസം, പോയാൽ 1/2 വയസ്സ്. നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഗോകുൽ നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ട്. വന്ദനം എന്താ വരാത്തെ? വന്ദനാമ്മ വരും മോളെ. സൂത്രാൻറ്റി, വന്ദനാമ്മ വരുമ്പോ ആന്റി ഒന്ന് പറയോ എന്നെയും കൂടി അവരോടൊപ്പം കൊണ്ടുപോവാൻ? മോളെ, നിനക്കറിയാലോ അവിടുത്തെ പ്രശ്നങ്ങള്. മോള് സ്കൂളിൽ നിന്ന് അവിടേക്ക് പോയപ്പോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയോ?
വന്ദനയും ജഗനും പാവം. പക്ഷേ ആ കുറുപ്പിന് വന്ദനാന്റെ ഇഷ്ടമല്ല. ആ ദേഷ്യമൊക്കെ മോളോട് കാണിക്കും.